Hi dear students, welcome to Innovations Technical Institute. KTU BTech Let 2024 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU BTech Let 2024 നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് അനുസരിച്ച് കേരളത്തിലെ ഏതെല്ലാം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഈ കോളേജുകളിലെ സീറ്റ് ഡീറ്റെയിൽസ്, റിസർവേഷൻ ഓഫ് സീറ്റ്സ്, കോഴ്സ് ഫീസ്, കഴിഞ്ഞ വർഷത്തെ ലെറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, BTech Let 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ടോപ്പ് 10 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള, പിന്നെ എങ്ങനെയാണ് BTech Let 2024 ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കേരളത്തിലെ KTUവിൻ്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 4 ടൈപ്പ് കോളേജുകളാണ് കേരളത്തിലെ KTUവിൻ്റെ അണ്ടറിലുള്ളത്. അതിൽ ഒന്ന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്, 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. രണ്ടാമത്തേത് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, 25 ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. ദെൻ ലാസ്റ്റ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ്, 120+. അപ്പോൾ ഇതിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കീമിൻ്റെ പ്രോസ്പെക്ടസ് എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ കോളേജ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. IDK എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, KKE ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, 3 KNR ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. KTE രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, PKD ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട്, TCR ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, TRV ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം, TVE കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, WYD ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി വയനാട്. അപ്പോൾ ഇങ്ങനെ 9 ഗവൺമെൻറ് കോളേജുകളാണുള്ളത്. ഈ കോളേജുകളുടെയൊക്കെ യൂണിവേഴ്സിറ്റി KTU ആണ്, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെ ഓരോ കോളേജിലും അവൈലബിൾ ആയിട്ടുള്ള ബ്രാഞ്ചും അതിൻ്റെ സീറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോട്ടൽ സീറ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൽ 300 എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഓരോ വർഷവും ഫസ്റ്റ് ഇയറിലെ ഇൻടേക്കാണ്. ഇതിൻ്റെ 10% സെക്കൻഡ് ഇയറിൽ ഇൻക്രീസ് ചെയ്യുക. ലെറ്റ് സ്റ്റുഡൻസിന് 30 സീറ്റാണ് ഇടുക്കിയിൽ വരിക, എല്ലാ ബ്രാഞ്ചിനും കൂടെ. അതേപോലെ കോഴിക്കോട് 360ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 36, കണ്ണൂർ 33. ഇവിടെ നമ്മളിത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജുകളിൽ 369 സീറ്റാണ് ലെറ്റ് സ്റ്റുഡൻസിന് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകളും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യും. ഇനി 3 കോളേജുകളാണ് എയ്ഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഒരേ ഫീസാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എയ്ഡഡ് കോളേജ്, അതായത് നമ്മളെ 10ാമത്തെ കോളേജ് MAC മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം എറണാകുളം. നെക്സ്റ്റ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. 3ാമത്തത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് ഇയറിലെ ഇൻടേക്ക് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ 10% ലെറ്റ് സ്റ്റുഡൻസിന് വരിക. അപ്പോൾ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 578 സീറ്റാണ് ഗവൺമെൻറ്റിലും എയ്ഡഡിലും കൂടെ BTech Let സ്റ്റുഡൻസിനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകളും ആഡ് ചെയ്യും. ഇനി ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾക്ക് പുറമെ നമുക്ക് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ IHRDയുടെ അണ്ടറിലുള്ള കോളേജുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ADR CE എന്ന് പറഞ്ഞിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ IHRDയുടെ അണ്ടറിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു PDF ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ LBSൻ്റെ അണ്ടറിൽ 2 കോളേജ് ഉണ്ട്. പിന്നെ അതേപോലെ KEIPൻ്റെ അണ്ടറിൽ കോഓപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഇതും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണ്. AEC CEM, അതിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ. അപ്പോൾ ഇങ്ങനെ KEIPൻ്റെ അണ്ടറിലുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ KSRTCയുടെ അണ്ടറിലുള്ള കോളേജുകളുണ്ട്. പിന്നെ വരുന്നത് സെൽഫ് ഫൈനാൻസിങ് കോളേജ് അണ്ടർ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകൾ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കോളേജുകളുടെയൊക്കെ യൂണിവേഴ്സിറ്റി KTU ആയിരുന്നു. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലൊരു കോളേജ് ഉണ്ട് കേരളത്തിൽ. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും കേരളത്തിൽ കോളേജ് ഉണ്ട്.
അപ്പോൾ ഇതിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വരുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരമാണ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തേഞ്ഞിപ്പാലം മലപ്പുറം. അപ്പോൾ ഈ കോളേജുകളിലോട്ടുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞാലും KTU BTech റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ CCയുടെ അണ്ടറിൽ കോളേജുകളുണ്ട്. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജാണ്. പിന്നെ വരുന്ന പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ്. ഏകദേശം 120 കൂടുതൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ കേരളത്തിലുണ്ട്. അതിൻ്റെ ലിസ്റ്റിംഗ് കൂടെ കാണാം. അതിൽ യൂണിവേഴ്സിറ്റി ടോട്ടൽ സീറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ട് നിങ്ങൾക്ക് BTech ലെറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ സീറ്റിൻ്റെ 10% സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും ലെറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. 10% ഓഫ് ദ ടോട്ടൽ സീറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ഇയർ BTech വിൽ ബി ആഡഡ് വിത്ത് ദ സെക്കൻഡ് ഇയർ BTech ഫോർ ലെറ്റ് സ്റ്റുഡൻസ്. അതിൻ്റെ കൂടെ പ്ലസ് വേക്കൻസീസ് നോട്ട് ഫിൽഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകളും കൂടെ ലെറ്റ് സ്റ്റുഡൻസിന് കിട്ടും. ഇനി ഓരോ കോളേജിലെയും ബ്രാഞ്ച് വൈസ് സീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിങ്ങിന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, ഇതിനെ നമ്മൾ CET എന്ന് പറയും. CET, പക്ഷേ കോളേജിൻ്റെ കോഡ് CET അല്ല, TBE ആണ്. അപ്പോൾ നിങ്ങളത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ സിവിൽ എഞ്ചിനീയറിങ്ങിന് ടോട്ടൽ 12 സീറ്റാണുള്ളത്. അതായത് 2 ബാച്ചാണ് വരുന്നത്. 60 സ്റ്റുഡൻസ് ഉള്ള 2 ബാച്ച്. അതിൽ ഒരു ബാച്ചിൽ 6 സീറ്റ്, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 6 സീറ്റ് ഇൻക്രീസ് ചെയ്യും 10%. അതേപോലെ അടുത്ത ബാച്ചിലും 6 സീറ്റ്, അങ്ങനെ 12 സീറ്റാണ് CETയിൽ സിവിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലത്ത് 10 സീറ്റാണ് സിവിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. TCR തൃശ്ശൂർ 12 സീറ്റ്. MA കോളേജ് കോതമംഗലം 10 സീറ്റ്. NSS കോളേജ് പാലക്കാട് 10 സീറ്റ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി KTE കോട്ടയം 6 സീറ്റ്. ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ KNR ഇവിടെ 6 സീറ്റാണ്. പിന്നെ PKD എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട്, ഇവിടെ 6 സീറ്റ്. KKE ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് 6 സീറ്റ്. TRV ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം 6 സീറ്റ്. ഇനി വയനാടും ഇടുക്കിയിലും എന്തില്ല, സിവിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ടോട്ടൽ 84 സീറ്റാണ് സിവിൽ എഞ്ചിനീയറിങ്ങിന്. ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇവിടെ ഞാൻ 12 കോളേജാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് 9 ഗവൺമെൻറ് കോളേജും 3 എയ്ഡഡ് കോളേജും. ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ഒരുമിച്ചാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം 2 കോളേജിലും എന്താണ്, ഒരേ ഫീസാണ്, ഗവൺമെൻറ് ഫീസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ, ഇപ്പോൾ CETയിൽ ഫസ്റ്റ് ഇയറിൽ സീറ്റ് വേക്കൻ്റായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ 12ൻ്റെ കൂടെ ആഡ് ആവും. CETയിൽ അങ്ങനെ വേക്കൻസി വരാറില്ല. അങ്ങനെ ഓരോ കോളേജിലും ഫസ്റ്റ് ഇയറിൽ എന്തെങ്കിലും സീറ്റ് വേക്കൻ്റായി കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ 84ൻ്റെ കൂടെ അത് ആഡ് ആവും. ഓക്കെ, ഇങ്ങനെ ഞാൻ ഓരോ ബ്രാഞ്ചിലെയും കോളേജുകളിലെ സീറ്റ് ഡീറ്റെയിൽസ് കാണിക്കാം. നിങ്ങളതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ എത്ര സീറ്റാണുള്ളത്, ടോട്ടൽ സീറ്റ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 101 സീറ്റാണ് ടോട്ടലുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ആവും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് ടോട്ടൽ 90 സീറ്റാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 91 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 68 സീറ്റ്. നിങ്ങളിന്ന് ചെക്ക് ചെയ്യുക ഏതൊക്കെ കോളേജുകളിലാണ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളത്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കൺട്രോൾ എഞ്ചിനീയറിംഗ് 3 കോളേജിലാണുള്ളത്, 17 സീറ്റ്. അതേപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് 3 കോളേജിലാണുള്ളത്, ടോട്ടൽ 16 സീറ്റ്. ഇൻഫർമേഷൻ ടെക്നോളജി 18 സീറ്റ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 6 സീറ്റ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് CETയിൽ മാത്രമേ ഉള്ളൂ, 6 സീറ്റ്. ഇനി നമുക്ക് വരുന്നത് പുതുതായിട്ട് വന്ന കോഴ്സുകളാണ്. അതിൽ റോബോട്ടിക്സ് ആൻഡ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുള്ളത് ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം 3 സീറ്റാണുള്ളത്. അതായത് ഫസ്റ്റ് ഇയറിൽ ആകെ 30 സീറ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 10% 3 സീറ്റാണ് ലെറ്റ് സ്റ്റുഡൻസിനുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇത് വരുന്നത് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 5 സീറ്റാണുള്ളത്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം 5 സീറ്റ്. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് വന്ന ബ്രാഞ്ചുകളാണ്, നല്ല സ്കോപ്പുള്ള ബ്രാഞ്ചുകളാണ്, സീറ്റ് കുറവാണ്, നല്ല റാങ്ക് ഉള്ളവർക്ക് ഇത് കിട്ടും. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ പുതുതായിട്ട് വന്ന ഒരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബ്രാഞ്ചാണ്. ഇതിന് 6 സീറ്റ്.
പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ്, ഇതും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബ്രാഞ്ചാണ്. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 5 സീറ്റ്. ഇനി സിവിൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഇത് പുതിയൊരു കോഴ്സാണ്. വയനാട് ഗവൺമെൻറ് കോളേജിലാണുള്ളത്, 3 സീറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സീറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ 578 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഓരോ കോളേജിലെയും ബ്രാഞ്ച് വൈസ് സീറ്റുകളാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഈ സീറ്റുകളിലൊക്കെ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റും ഉണ്ട്, റിസർവേഷനും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ്, റിസർവേഷൻ ഓഫ് സീറ്റ്സ്. അപ്പോൾ ടോട്ടൽ സീറ്റിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റാണ്, സ്റ്റേറ്റ് മെറിറ്റ് ഒരു ജനറൽ. ബാക്കി 50% റിസർവേഷനാണ്. ഈ 50% റിസർവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ 10% EWS ആണ്, EWS. പിന്നെ 30% വരുന്നത് SC BC അല്ലെങ്കിൽ OBC കാറ്റഗറിക്കാണ് 30%. അപ്പോൾ OBC എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, BH, LC, DV, VK, KN, BX, KU. അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ അതേപോലെ SC ST 10%. അപ്പോൾ ഇങ്ങനെയാണ് റിസർവേഷൻ വരുന്നത്. ഇനി നമുക്ക് ഈ കോളേജുകളിൽ പഠിക്കാനുള്ള ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം. കോഴ്സ് ഫീ. അപ്പോൾ ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 9725 ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ്. പക്ഷേ നിങ്ങൾ അഡ്മിഷന് ചെല്ലുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട്, ലൈബ്രറി ഫീസ്, ബസ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചേരുന്ന സമയത്തൊരു 15,000 മുതൽ 20,000 വരെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ. പിന്നെ ഓരോ വർഷം നിങ്ങൾ ഈ ഒരു ഫീസ് അടച്ചാൽ മതി, 9725. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസും കൂടെ ഉണ്ടാവും. പിന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അവിടെ ടോട്ടൽ സീറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ പകുതി മെറിറ്റ് സീറ്റും പകുതി മാനേജ്മെൻറ്റ് സീറ്റുമാണ്. മെറിറ്റ് സീറ്റ് ആണെങ്കിൽ ഒരു വർഷത്തേക്ക് ഫീസ് വരെ 40,000 ആണ്. മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ 65,000 ആണ് വരെ. അപ്പോൾ ഇവിടെയും ചേരുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ അഡീഷണൽ ഫീസ് ഉണ്ടാവും. ഇനി നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് വന്നാൽ അതിൽ മെറിറ്റ് സീറ്റുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോളേജിനനുസരിച്ച് വേരി ചെയ്യും. അത് 20,000 മുതൽ 80,000 വരെ ഫീസ് വരുന്ന കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞുതരും. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ BTech ലെറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. BTech ലെറ്റ് 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ആദ്യം CETയിൽ കഴിഞ്ഞ വർഷത്തെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. CETയിൽ കമ്പ്യൂട്ടർ സയൻസിന് ടോട്ടൽ 12 സീറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കോട്ട എന്ന് പറഞ്ഞിട്ട് SM എന്ന് പറഞ്ഞ് കാണാം. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം CETയിൽ കമ്പ്യൂട്ടർ സയൻസിന് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 39 ആണ്. ഇനി ഇവിടെ MU EZ എന്ന് പറഞ്ഞിട്ട് കോട്ട കാണുന്നത് റിസർവേഷൻ കാറ്റഗറിയാണ്. MU മുസ്ലിം, ഇഴവ, EWS, LC, SC, KN, PD. അപ്പോൾ ഇതിലൊക്കെ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. MUവിൽ 43, EZൽ 50, EWSൽ 61, LC 189, SC 693. പിന്നെ ഈ റയർ റിസർവേഷൻ കാറ്റഗറി വരുമ്പോൾ റാങ്ക് ഒന്നും കൂടെ കൂടും. ഇപ്പോൾ KN ആണെങ്കിൽ 2869 PD ആണെങ്കിൽ 3320. അപ്പോൾ നിങ്ങളെ റിസർവേഷൻ കാറ്റഗറി വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമുക്ക് ഇപ്രാവശ്യം ഇതേപോലെ തന്നെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ 4th റാങ്കാണ് ഫസ്റ്റ് CETയിൽ കമ്പ്യൂട്ടർ സയൻസിന് വന്ന ആൾ. അതായത് ലെറ്റിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും സെക്കൻഡ് റാങ്ക് കിട്ടിയാലും കമ്പ്യൂട്ടർ സയൻസ് CETയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഡിപ്ലോമയ്ക്ക് പഠിച്ച ബ്രാഞ്ചായിരിക്കും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുക. ഇവിടെ മുഹമ്മദ് ഇർഷാദ് ഡിപ്ലോമയുടെ ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിക്കോളുന്നില്ല. ഇപ്പോൾ 16ാം റാങ്ക് കിട്ടിയ നിവേദ് ഇലക്ട്രോണിക്സ് ആണ് അപ്ലൈ ചെയ്തത് കമ്പ്യൂട്ടർ സയൻസിനാണ്. അപ്പോൾ പല സ്റ്റുഡൻസും പല രീതിയിലാണ് അപ്ലൈ ചെയ്യുക. ചില സ്റ്റുഡൻസ് അവർ ഡിപ്ലോമക്ക് പഠിച്ച ബ്രാഞ്ച് മാത്രമേ നോക്കുള്ളൂ. ചില സ്റ്റുഡൻസ് ബ്രാഞ്ച് മാറും. ചില ആൾക്കാർ ദൂരം നോക്കും, വീടിനടുത്തുള്ള കോളേജിൽ ബ്രാഞ്ചിന് അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതേപോലെ എക്സാക്റ്റ് ഈ വർഷവും കമ്പ്യൂട്ടർ സയൻസിന് CETയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുക്കുന്ന റാങ്ക് 39 നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ ബ്രാഞ്ചുകൾ നോക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത് ഓൾ കേരള 12ാം റാങ്കാണ്. പിന്നെ BH, LC, SC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 34 ആണ്. പിന്നെ റിസർവേഷൻ കാറ്റഗറിയുടെ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 15 ആണ്. അതേപോലെ ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ അലോട്ട്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ് നമ്പർ നമുക്ക് 3 അലോട്ട്മെൻറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ദെൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് തേർഡ് അലോട്ട്മെൻറ്റ്.
അപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിന് 3rd അലോട്ട്മെൻറ്റിലാണ് CET കിട്ടിയത്. അപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ നമ്മുടെ റാങ്ക് അനുസരിച്ച് 3rd or 4th ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ 2nd or 3rd ചിലപ്പോൾ നമുക്ക് ഹയർ ഓപ്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയവരാണ്. ഇവിടെ 2nd അലോട്ട്മെൻറ്റിൽ CET കിട്ടിയ സ്റ്റുഡൻ്റാണിത്. ഇനി സിവിൽ എഞ്ചിനീയറിങ്ങിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് പറഞ്ഞാൽ 51 ആണ്. അപ്പോൾ ഓരോ റിസർവേഷൻ കാറ്റഗറിയുടെ റാങ്ക് നോക്കുക. നെക്സ്റ്റ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അപ്പോൾ 6 സീറ്റാണുള്ളത്. ഇതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 156 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കോളേജിലെയും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനതെല്ലാം ഇവിടെ കാണിക്കുന്നില്ല, അപ്പോൾ നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. നമുക്കിതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലിങ്ക് LBSൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്ത് തരാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനിവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ കാണിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 സീറ്റാണ് തൃശ്ശൂരിൽ കമ്പ്യൂട്ടർ സയൻസിനുള്ളത്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാ കോളേജിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് വാട്സപ്പിലൂടെ, നിങ്ങളത് ചെക്ക് ചെയ്യുക. കാരണം ഞാനിവിടെ ഓരോ കോളേജിലും ഓരോ ബ്രാഞ്ചിൻ്റെയും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം പോകും, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ CET തൃശ്ശൂർ TKM ഇവിടെയൊക്കെ നിങ്ങളെ ബ്രാഞ്ചിന് കഴിഞ്ഞ വർഷം എടുത്ത ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എക്സാക്റ്റ് അതേപോലെ തന്നെ ആവില്ല, ഈ വർഷം വ്യത്യാസങ്ങൾ വരും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പ് 10 ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ടോപ്പ് 10 ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് റാങ്ക് എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, അതായത് CET എന്ന് പറയും. കോളേജിൻ്റെ കോഡ് CET അല്ല TVE ആണ്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് റാങ്കിൽ വരുന്നത് CET ആണ്. ഇനി താഴോട്ടുള്ള റാങ്കിങ്ങിൽ വ്യത്യാസം വരാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ് സെക്കൻഡ്, അതിൻ്റെ കോഡ് TCR ആണ്. 3rd വരുന്നത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, ഇത് എയ്ഡഡ് ആണ്. അപ്പോൾ ചില ഇയറിൽ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിനൊക്കെ ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ചിലപ്പോൾ TKM സെക്കൻഡ് വരാറുണ്ട്, തൃശ്ശൂർ 3rd വരാറുണ്ട്. ഇനി 4th വരുന്നതാണ് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം എറണാകുളം MAC. 5th വരുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. അപ്പോൾ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഇനി 6th വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം TRV. ഇനി 7th NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. ഇനി 8th വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ KNR. 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് KKE. 10 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ പൊസിഷൻ മാറാറുണ്ട് റിസൾട്ട് വരുമ്പോഴും പ്ലേസ്മെൻറ്റ് നടക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 1-2 വർഷത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റാണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത് CET ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ തന്ന ലിസ്റ്റിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. അത് ഉൾപ്പെടുത്താനുള്ള കാരണം മെജോറിറ്റി സ്റ്റുഡൻസും കുറഞ്ഞ ഫീസിൽ ഗവൺമെൻറ് കോളേജിൽ BTech ചെയ്യാന്നുള്ള ആഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഗവൺമെൻറ് കോളേജ് മാത്രമേ കൊടുക്കുള്ളൂ, ഗവൺമെൻറ്റും എയ്ഡഡ്. അപ്പോൾ അവർക്കുള്ള ലിസ്റ്റാണിത്. ഇനി നിങ്ങൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ മെറിറ്റ് സീറ്റിൽ 40,000 ഫീസ് വരിക, മാനേജ്മെൻറ്റ് ആണെങ്കിൽ 65,000. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പരിഗണിക്കാൻ മതി. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് CET എപ്പോഴും ഫസ്റ്റ് തന്നെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കൊല്ലത്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് കൊല്ലം കൊടുക്കുക. അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കോളേജ് ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആ ഒരു കോളേജിലെ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൂരത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ മാത്രം കൊടുക്കുന്നവർ ഈ ലിസ്റ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, പ്രൈവറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ LBSൻ്റെ വെബ്സൈറ്റിൽ കയറുക. ഇതിൽ BTech ലാറ്ററൽ എൻട്രി 2024 എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളെ ഇമെയിൽ ID യും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോളേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കോളേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാണാം. എന്നിട്ട് നമുക്ക് 2 രീതിയിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, കോളേജ് വൈസും കോഴ്സ് വൈസും.
അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കോളേജ് വൈസാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഇവിടെ കോളേജിൻ്റെ കോഡ് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് പേരാണ്. അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ കാണാം, ചേർത്തല, കരുനാഗപ്പള്ളി. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഇതാണ് CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുകയാണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ആഡ് ഓപ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ഓപ്ഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഇനി ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ തന്നെ അടുത്ത ഓപ്ഷൻ കൊടുക്കുകയാണ്. ഞാനിവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്, ആഡ് ഓപ്ഷൻ. ഇനി വീണ്ടും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് അടുത്ത ഓപ്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല കോളേജിൽ നല്ല കോഴ്സുകൾ കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ബ്രാഞ്ച് ഇപ്പോൾ സിവിലാണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ മാത്രമാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ CETയിലൊരു 3 ബ്രാഞ്ച് കൊടുക്കുകയാണ്. അടുത്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഓപ്ഷൻ കൊടുക്കണം. അടുത്ത ഞാൻ TKMലാണ് കൊടുക്കുന്നത്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇപ്പോൾ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇവിടെ ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൊടുക്കുകയാണ്, ആഡ് ഓപ്ഷൻ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. അതിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചുകൾ വെച്ചിട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെ റാങ്ക് കുറവാന്ന് വിചാരിച്ചിട്ട് CET കൊടുക്കാതിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഒരു 500 ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് CETയിലും തൃശ്ശൂരിലും TKMലൊന്നും കിട്ടില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒരു ഇടുക്കിയോ വയനാടോ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. കാരണം നിങ്ങൾ വെച്ച അത് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങളെ റാങ്ക് 500 ആണെങ്കിൽ 499 ആൾക്കാരെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ റാങ്കിലോട്ട് വരിക. എന്നിട്ട് ഫസ്റ്റ് എന്താ നോക്കുക, നിങ്ങളെ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷനിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ തരും, ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിൽ, ഇല്ലെങ്കിൽ തേർഡിലോട്ട് അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും നല്ല നല്ല കോളേജുകൾ തന്നെ ആദ്യം കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ നമുക്ക് വേണമെങ്കിൽ കോഴ്സ് വൈസും കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏതൊക്കെ കോളേജിലാണുള്ളത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഗവൺമെൻറ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ല. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് വൈസും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ കോളേജിലുള്ളതെന്ന് കാണിക്കും. അപ്പോൾ കൂടുതലും പ്രൈവറ്റ് കോളേജിലാണ്. ഇപ്പോൾ ഇവിടെ MA കോളേജിലുണ്ട്, മാർത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇത് എയ്ഡഡ് ആണ്. അപ്പോൾ ഇവിടെ ഞാനിത് ആഡ് ഓപ്ഷൻ എന്ന് കൊടുത്താൽ ഇവിടെ വരും. ഇനി നിങ്ങൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ CETയിൽ ഇലക്ട്രിക്കൽ പിന്നെ നിങ്ങൾക്ക് 5th ഓപ്ഷൻ ആക്കിയിട്ടും അല്ലെങ്കിൽ 4th ഓപ്ഷൻ ആക്കണം. 4th ഉള്ള TKMൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ 3rd ആക്കണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ടും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓർഡർ മാറ്റാൻ നിങ്ങൾ രണ്ടും ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ 4 എന്നും ഇവിടെ 3 എന്നും കൊടുക്കുകയാണ്. ഇനി ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ഇവിടെ വരും, നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ, അപ്പോൾ നിങ്ങൾ ഓർഡർ മാറ്റുന്ന സമയത്ത് ആ 2 ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാം. 4ഉം 5ഉം മാറ്റണമെന്നുണ്ടെങ്കിൽ 5ഉം 4ഉം മാറ്റുക. എന്നിട്ട് ഇവിടെ 5ഉം ഇവിടെ 4ഉം കൊടുത്തു കഴിഞ്ഞാൽ, അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ ഇവിടെ മെസ്സേജ് വരും, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാറിയതായിട്ട് കാണാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് MA കോളേജിൽ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഞെക്കിയാൽ അത് പോകും. ഇനി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ആൻഡ് സേവ് എടുത്തിട്ട് ലോഗ് ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ തോന്നുകയാണ് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. സബ്മിറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഫൈനലായതിനു ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡിലോട്ടോ തേർഡിലോട്ടോ വരില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും പോകുന്ന ഉറപ്പുള്ള കോളേജുകൾ ആദ്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നോ, നിങ്ങൾക്ക് കിട്ടിയത് ഫസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾ പറയണത് എനിക്ക് സെക്കൻഡ് മതി, ഞാൻ CETയിൽ കൊടുത്ത് എനിക്ക് തൃശ്ശൂർ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ്റിന് 5th ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഈ 3 ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5th തന്നെ അഡ്മിഷൻ ഉറപ്പാവും.
ഇതിങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷനിൽ ഇവിടെ സീറ്റ് ഉണ്ടെങ്കിൽ മുകളിലോട്ട് കയറും, ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് വരില്ല. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിന് CET-യിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഈ കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് CET-യിൽ ഇലക്ട്രോണിക്സ് മതി, കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചും കൂടെ ഓപ്ഷൻ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അതായത് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ പോകുന്ന ഉറപ്പുള്ള കോളേജ് കൊടുക്കുക, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. മറ്റേ നിങ്ങൾ രണ്ടാമതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കൊടുക്കണം, ഫസ്റ്റ് നിങ്ങൾ വേറെ ഏതെങ്കിലും കോളേജ് കൊടുത്തു. അപ്പോൾ ഫസ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരില്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ BTech ലെറ്റ് 2025 കോച്ചിങ് ക്ലാസ്സുകൾ ഇന്നോവേഷൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. KTU BTech ലെറ്റിൻ്റെയും ക്യുസാറ്റ് BTech ലെറ്റിൻ്റെയും ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്നോവേഷൻസിൽ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് കാലിക്കറ്റ്, തിരൂർ, മഞ്ചേരി, പിന്നെ അതേപോലെ കൊച്ചിയിൽ നമ്മൾ ഇന്നോവേഷൻസിൻ്റെ പുതിയ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓഫ്ലൈൻ ക്ലാസ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഈ വർഷത്തെ ലെറ്റിൻ്റെ റിസൾട്ട് എടുത്താൽ അതിൽ ആദ്യത്തെ 10-9 പേര് ഇന്നോവേഷൻസിൽ പഠിച്ച സ്റ്റുഡൻസാണ്. അതേപോലെ ആദ്യത്തെ 100 റാങ്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ 75ഓളം പേര് ഇന്നോവേഷൻസിൽ പഠിച്ച സ്റ്റുഡൻസാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്റ്റുഡൻറ്റ് ഓൺലൈൻ സ്റ്റുഡൻ്റാണ്, സെക്കൻഡ് റാങ്ക് കിട്ടിയ സ്റ്റുഡൻറ്റും ഓൺലൈൻ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിച്ചാലും ഓൺലൈനായിട്ട് പഠിച്ചാലും നിങ്ങൾ ഇന്നോവേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഓൺലൈനാണെങ്കിൽ കറക്റ്റ് നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക, ലൈവ് സെഷനിൽ പങ്കെടുക്കുക, എക്സാം എഴുതുക, അങ്ങനെ കറക്റ്റ് ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് വാങ്ങിക്കാം. അതേപോലെ ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പോൾ തേർഡ് റാങ്ക് ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ക്ലാസ്സിന് വരിക, ക്ലാസ്സൊന്നും മിസ്സാകാതെ കറക്റ്റ് രാവിലെ ക്ലാസ്സിന് വരിക, ക്ലാസ്സിലിരിക്കുക, അവിടെ വർക്കുകളൊക്കെ ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ച് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ റാങ്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ 10 വന്ന 9 പേരിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, 4th റാങ്ക് ഓൺലൈനാണ്, അതേപോലെ 8th റാങ്ക് ഓൺലൈനാണ്, ബാക്കിയെല്ലാം ഓഫ്ലൈനാണ്. അതായത് 4 ഓൺലൈൻ സ്റ്റുഡൻസും 5 ഓഫ്ലൈൻ സ്റ്റുഡൻസുമാണ് നമുക്ക് ഈ ആദ്യത്തെ 10 വരുന്നത്. അങ്ങനെ 9 പേര്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം, ഓഫ്ലൈനായിട്ടും പഠിക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ.